ഹായ് ഫ്രണ്ട്സ്. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വീനക്ക് കുർത്തിയുടെ കട്ടിങ് ആയിട്ടാണ്. ആദ്യം തന്നെ തുണി 4 മടിച്ചതിന് ശേഷം ഇതിൻ്റെ അടിഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ നമുക്ക് ഈ ലെങ്ത്താണ് അടയാളപ്പെടുത്തേണ്ടത്. ആവശ്യമായ ലെങ്ത്ത് 39 ഇഞ്ചാണ്. 2 ഇഞ്ച് സീം അലവൻസ് അടയാളപ്പെടുത്തുന്നുണ്ട്. പിന്നെ നമ്മൾ ഷോൾഡറാണ് അടയാളപ്പെടുത്തുന്നത്. ഷോൾഡർ 7 ഇഞ്ച്, അതുപോലെ തന്നെ ആം ഹോളും 7 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. 7 ഇഞ്ച് താഴ്ഭാഗം 7 ഇഞ്ച് ഉണ്ടോയെന്ന് നോക്കണം കേട്ടോ. അതിന് ശേഷം ചെസ്റ്റാണ് അടയാളപ്പെടുത്തുന്നത്. ചെസ്റ്റ് 9 ഇഞ്ച്, 1.5 ഇഞ്ച് സീം അലവൻസും. 13.5 ഇഞ്ച് എന്നാണ് ഞാൻ ഷേപ്പ് എടുക്കുന്നത്. ഷേപ്പ് 8 ഇഞ്ചും 1.5 ഇഞ്ച് സീം അലവൻസും. സ്ലിറ്റ് അടയാളപ്പെടുത്തുന്നത് 19.5 ഇഞ്ച് എന്നാണ്. 19 ഇഞ്ചിന് 9 ഇഞ്ച് സ്ലിറ്റും, അവിടെ 1 ഇഞ്ചാട്ടോ സീം അലവൻസ് എടുക്കുന്നത്. ആം ഹോൾ അടയാളപ്പെടുത്തുന്നത് 1.5 ഇഞ്ച് മേലോട്ട് അടയാളപ്പെടുത്തിയതിന് ശേഷം 7 ഇഞ്ചിൻ്റെ പകുതി 3.5 ഇഞ്ചിന് 1.5 ഇഞ്ചിലേക്ക് ഒരു ഷേപ്പ് ചെയ്ത് അടയാളപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഈ അടയാളപ്പെടുത്തി വെക്കാണ് കൂട്ടി വരച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ താഴ്ഭാഗത്തിൻ്റെ വീതി 10 ഇഞ്ചാണ്. 10 ഇഞ്ചും 1 ഇഞ്ച് സീം അലവൻസ് അടയാളപ്പെടുത്തുന്നുണ്ട്. ഇത് ഇങ്ങനെ അടയാളപ്പെടുത്തിയതിന് ശേഷം സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചെടുക്കുകയാണ് വേണ്ടത്. ഇത് ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതിന് ഒരു വീനക്ക് കോളർ കുർത്തി ആട്ടോ. ഇതിൻ്റെ കോളർ ഞാനിപ്പം കട്ട് ചെയ്യുന്നില്ല, സ്റ്റിച്ച് ചെയ്യുമ്പോൾ കേട്ടോ കട്ട് ചെയ്യുന്നത്. ഇത് സ്ട്രെയിറ്റ് ആയിട്ട് അടയാളപ്പെടുത്തിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്തതിന് ശേഷം സ്ലിറ്റിൻ്റെ ഭാഗത്തും സ്ലിറ്റ് ഓപ്പണിൻ്റെ ഭാഗത്തും ഒക്കെ നോച്ച് കൊടുക്കുന്നുണ്ട്. ഷേപ്പിൻ്റെ ഭാഗത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതിൻ്റെ ബേക്ക് ഭാഗം മാറ്റിയിട്ട് ഫ്രണ്ട് ഭാഗത്ത് ആകുമ്പോൾ 1/2 ഇഞ്ച് താഴോട്ട് അടയാളപ്പെടുത്തി കട്ട് ചെയ്തെടുക്കണം. പിന്നെ കോളറിൻ്റെ വീതി എടുക്കുന്നത് 3 ഇഞ്ച്, ഇതിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് 7.5 ഇഞ്ചാണ്. 1/2 ഇഞ്ച് താഴേന്ന് ഇങ്ങോട്ട് അടയാളപ്പെടുത്തിയതിന് ശേഷം ഇതോടെ ചെരിച്ച് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ബാക്ക് നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് നമ്മൾ വെട്ടിയെടുത്ത് ആ കട്ട് പീസ് വെച്ചെടുത്തതിന് ശേഷം ഒരു 1/2 ഇഞ്ച് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ബേക്കിൻ്റെ നെക്കും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്ലീവിൻ്റെ കട്ടിങ്ങും ബാക്കി ഭാഗങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്.